അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ചതുർത്ഥസ്കന്ധം 23-ാമത്തെ അധ്യായത്തിൽ 40-ാമത്തെ ശ്ലോകം മുതൽ 52 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. മൃത്യുർമേ ചാഷ്ടമോ ഗർഭസ്തന്നിഹന്മിരിപും ഹരിം. വ്യാസ ഉവാച ശ്രുത്വാ കംസവച ശൗരിർഭയത്രസ്തവിലോചന. താമാദായ സുതാം പാണൗ ദദൗ ചാശുരുദന്നിവ. ദൃഷ്ടോധധാരികാം രാജാ വിസ്മയം പരമം ഗതാ. ദേവവാണീ വൃഥാ ജാതാ നാരദസ്യ ച ഭാഷിതം. വസുദേവ കഥം കുര്യാദനൃതം സങ്കടേ സ്ഥിതാ. രക്ഷപാലാശ്ച മേ സർവേ സാവധാനാ ന സംശയാ. കുതോത്ര കന്യകാ കാമം ക്വ ഗത സസുതഃ കില. സന്ദേഹോത്ര ന കർത്തവ്യ കാലസ്യ വിഷമാഗതി. ഇതി സഞ്ചിന്യതാം ബാലാം ഗൃഹീത്വാ പാദയോഘല. ബോധയാമാസ പാഷാണേ നിർഘൃണകുലപാംശന. സാ കരാന്നിസൃതാ ബാലായാവാകാശമണ്ഡലം. ദിവ്യരൂപാതയാ ഭൂത്വാ തമുവാച മൃദുസ്വന. കിം മയാ ഹതയാ പാപാ ജാതസ്തേ ബലവാൻ റിപു. ഹനിഷ്യതി ദുരാരാധ്യ സർവധാ ത്വാം നരാധമം. ഇത്യുക്ത്വാ സാ ഗതാ കന്യാ ഗഗനം കാമഗാ ശിവ. കംസസ്തു വിസ്മയാവിഷ്ടോ ഗതോ നിജഗൃഹം തദാ.
ആനായ്യദാനവാൻ സർവാനിദം വചനമബ്രവീൽ. ബഗധേനുകവത്സാദീൻ ക്രോധാവിഷ്ടോ ഭയാതുരാ ഗച്ഛന്തു ദാനവാ സർവേ മമ കാര്യാർത്ഥസിദ്ധയേ. ജാതമാത്രാശ്ച ഹന്തവ്യാ ബാലകാ യത്ര കുത്രചിൽ പൂതനൈഷാ വ്രജന്ത്വദ്യ ബാലഘ്നീ നന്ദഗോകുലം. ജാതമാത്രാൻ വിനിഘ്നന്തി ശിശൂംസ്തത്ര മമാജ്ഞയാ ധേനുകോ വത്സക കേശീ പ്രലംബോ ബക ഏവ ച സർവേ തിഷ്ഠന്തു തത്രൈവ മമ കാര്യചികീർഷയാ ഇത്യാജ്ഞാപ്യാസുരാൻ കംസോ യയൗ നിജഗൃഹം ഖല ചിന്താവിഷ്ടോദിദീനാത്മാ ചിന്തയിത്വൈവ തം പുനഃ. ഇതി ശ്രീമദ്ദേവീ ഭാഗവതേ ചതുർത്ഥസ്കന്ധേ ത്രയോവിംശോऽധ്യായ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 23-ാമത്തെ അധ്യായത്തിൽ 40-ാമത്തെ ശ്ലോകം മുതൽ 52 കൂടിയുള്ള ശ്ലോകങ്ങളെ ഭാഷാഗാനമായി പാടി നാം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. എട്ടാമത്തെ ഗർഭത്താലേ മമ മരണമെന്നല്ലോ ശത്രുവായ ഹരിയെ ഞാൻ ഇന്നു കൊന്നിടും. വ്യാസൻ പറഞ്ഞു. കംസവാണി കേട്ടു വസുദേവൻ ഭയന്നു. പുത്രിയെ കയ്യിലെടുത്തു കംസനായി സമർപ്പിച്ചു. പെൺകുട്ടിയെ കണ്ടു കംസൻ വിസ്മയിച്ചല്ലോ. ദേവവാണി മുനിവാക്യം വെറുതെയായി കഷ്ടതയിൽ പെട്ടിരിക്കും വസുദേവനുണ്ടോ കാപട്യം. എൻ കാവൽക്കാർ അത്യധികം ശ്രദ്ധയുള്ളവരാണല്ലോ. ഈ കന്യക എങ്ങിനെ ആൺകുട്ടിയെവിടെ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സംശയിക്കാനെന്തിരിപ്പു കാലഗതി അജ്ഞാതം താൻ. പെൺകുഞ്ഞിന്റെ കാലിൽ തൂക്കി ദുഷ്ടനാം കംസൻ. കുലദ്രോഹി കല്ലിലായി ആഞ്ഞടിച്ചു ആ സമയം. കയ്യിൽ നിന്നു വഴുതി ആകാശത്തിലെത്തി. ദിവ്യരൂപം പൂണ്ട ശിശു കംസനോടു ചൊല്ലിയേവം. എന്നെ കൊന്നിട്ടെന്തു കാര്യം, ശത്രു പിറന്നു. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. നരാധമനായ നിന്നെ അവൻ കൊല്ലും എന്നു ചൊല്ലി നഭോമാർഗത്തിങ്കൽ ദേവി
അപ്രത്യക്ഷയായി കംസൻ വിസ്മിതനായി തൻ്റെ ഗൃഹത്തിലേക്കു പോയല്ലോ. ദാനവജനങ്ങളോടായി പറഞ്ഞാനേവം ഭഗൻ ധേനുകൻ വത്സാദി അസുരരോടായി ചൊല്ലി, എൻ്റെ കാര്യം സാധിച്ചിടാൻ എത്തുക നിങ്ങൾ. ഇപ്പോൾ ജനിച്ച കുട്ടികൾ സർവരെയും കൊന്നിടുക. ബാലഘാതിനി പൂതന കൊന്നിട വേണം. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. എൻ്റെ ആജ്ഞ അനുസരിച്ചവൾ കുട്ടികളെ കൊല്ലും. ധേനുകൻ വത്സൻ പ്രലംബൻ ഭഗൻ കേശിയും എല്ലാവരും എൻ്റെ കാര്യം നിറവേറ്റാൻ വേണ്ട പോലെ അവിടെ കഴിഞ്ഞിടട്ടെ എന്നും പറഞ്ഞ് കംസൻ തൻ്റെ ഗൃഹത്തിലേക്കായി പോയി. അതു തന്നെ വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടു ചിന്താധീനനായി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം. വാക്കായി സുഗീതങ്ങളായി ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു. മൂകാംബികേ ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു. ജ്ഞാനാംബികേ ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു. ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയുടെ 412 ദിവസമായ ഇന്ന് ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 40-ാമത്തെ ശ്ലോകം മുതൽ 52 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ ഭാഷാഗാനമായി നമ്മൾ പാടി സമർപ്പിച്ചു. ഇനി പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുകയാണ്. ഇവിടെ കംസൻ ദേവകിക്ക് ഒരു കുഞ്ഞുണ്ടായി എന്നറിഞ്ഞ് വന്നു നോക്കുമ്പോൾ കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ അടഞ്ഞു കിടക്കണു. വസുദേവരെ വിളിക്കണു. വസുദേവ, ഉടനെ തന്നെ ദേവകിയുടെ പുത്രനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ എന്ന് പറയുകയാണ്. മൃത്യുർമേ ചാഷ്ടമോ ഗർഭസ്തന്യഹന്മി രിപും ഹരിം. ഇവിടെ ഇതാ 8-ാമത്തെ ഗർഭം വഴിയാണല്ലോ എനിക്ക് മരണം. അപ്പം ശത്രുവായിരിക്കുന്ന ആ ഹരിയെ, രിപും ഹരിം,
ഞാനിപ്പോൾ എന്തു ചെയ്യാൻ പോണു? കൊല്ലാൻ പോവുകയാണ്. വ്യാസൻ പറയുന്നു, ശ്രുത്വാ കംസവചശ്യ ഒരു ഭയത്രസ്ത വിലോചന. കംസന്റെ വാക്ക് കേട്ട് ഭയപ്പെട്ട് വിറച്ച് ഭയത്രസ്ത വിലോചന കണ്ണു കലങ്ങിയ ആ വസുദേവൻ താം ആദായ സുതാം പാണൗ ദദൗ ചാശുരുധന്യവ, ആ മകളെ കയ്യിലെടുത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് രുധന്യവ കംസന്റെ അടുത്തു വന്ന് കംസന്റെ കയ്യിൽ നൽകി. ദൃഷ്ടോധ ദാരികാം രാജാ വിസ്മയം പരമംഗത. ആ പെൺകുഞ്ഞിനെ കണ്ടപ്പോ രാജാവ് കംസന് വലിയ അത്ഭുതമായി. ദേവവാണി വൃഥാജാത നാരദസ്യ ച ഭാഷിതം. ദേവവാണിയും അതേപോലെ തന്നെ നാരദൻ പറഞ്ഞ വാക്കും വെറുതെയായി, വൃഥാവിലായി. വസുദേവ കഥം കുര്യാത് അനൃതം സങ്കടേ സ്ഥിത. വസുദേവന് എങ്ങനെയാണ് കപടം കാണിക്കാൻ സാധിക്കുക? ഇത് ഇവർക്കുണ്ടായ കുഞ്ഞു തന്നെയാവും. ഒരിക്കലും വസുദേവരെ അവിശ്വസിക്കണില്ല കംസൻ എന്നുള്ളതാണ്. രക്ഷപാലാശ്ച മേ സർവേ സാവധാനാന്ന സംശയ. എൻ്റെ കാവക്കാര് അവരൊക്കെ നല്ല പോലെ ശ്രദ്ധയുള്ളവരാണെന്നുള്ള കാര്യവും തീർച്ചയാണ്, സംശയമില്ല. കുതോത്ര കന്യകാകാമം ക്വഗതസ്സ സുതക്കില. പക്ഷെ ഈ കന്യക എങ്ങനെ ഇവിടെ വന്നു? ആ ആൺകുട്ടി 8ാമത്തെ പുത്രൻ എന്റെ അന്തകനായിട്ട് തീരുമെന്ന് പറഞ്ഞെങ്കിൽ ആ 8ാമത്തെ പുത്രൻ എവിടെ? ഇവിടെ പുത്രിയാണല്ലോ. സന്ദേഹോത്ര കർത്തവ്യ കാലസ്യ വിഷമാഗതി. സംശയിക്കാനൊന്നുമില്ല, കാലത്തിന്റെ പോക്ക് അറിയാൻ വിഷമമാണ്. ഇതി സഞ്ചിന്യ എന്നുറപ്പിച്ച് താംബാലാം അല്ലേ ഗൃഹീത്വാപാദയോ ഖലഹ. ഖല ദുഷ്ടനായ കംസൻ ആ കുഞ്ഞിന്റെ 2 കാലും പിടിച്ച് തൂക്കിയെടുത്ത് പോധയാമാസ പാഷാണേ നിർഘൃണകുലപാംസന സകരാൻ നിസൃതാ ബാല യയാവാകാശമണ്ഡലം. കുലദ്രോഹി, നന്ദി കെട്ടവൻ അല്ലേ, കുലപാംസനഹ നിർഘൃണ പാഷാണേ പോധയാമാസ, കരിങ്കല്ലിൽ ആഞ്ഞടിച്ചു. ശിശുവോ സ കരാൻ നിസൃതാ ബാല, കയ്യിൽ നിന്ന് വഴുതി യയാവ് ആകാശമണ്ഡലം, നേരെ ആകാശമണ്ഡലത്തിലേക്ക് നഭോവിധിയിലേക്ക് ആ കുഞ്ഞ് ഉയർന്നു പൊങ്ങി. ദിവ്യരൂപ തയാ ഭൂത്വാ തമുവാച മൃദുസ്വന. ദിവ്യരൂപം പ്രാപിച്ചു ആ കുഞ്ഞ്. എന്നിട്ട് കംസനോട് വളരെ മയത്തിൽ മൃദുവായി പറഞ്ഞു, കിം മയാ ഹതയാ പാപ ജാതസ്തേ ബലവാൻ രിപു. കിം മയാ ഹതയാ മന്ദ എന്നാണ് ഭാഗവതം. ഇവിടെ പറയുകയാണ് കിം മയാ ഹതയാ പാപ, പാപിയായിരിക്കുന്നവനെ എന്നെ കൊന്നതുകൊണ്ട് എന്ത് പ്രയോജനം? ജാതസ്തേ ബലവാൻ രിപു, നിന്റെ അന്തകൻ ജനിച്ചിട്ടുണ്ട് എന്ന് ഭാഗവതം ഇവിടെ പറയുകയാണ്. നിന്റെ ബലവാനായ ശത്രു ജനിച്ചു കഴിഞ്ഞു. ഹനിഷ്യതി ദുരാരാധ്യ സർവഥാ ത്വാം നരാധമം. ദുരാരാധ്യനായ അവൻ നരാധമനായിരിക്കുന്ന നിന്നെ കൊല്ലുക തന്നെ ചെയ്യും, എങ്ങനെയായാലും കൊല്ലും. ഇത്യുക്ത്വാ സാ ഗതാകന്യാ ഗഗനം കാമഗ ശിവ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദേവി ബഹുനാമ നികേതേഷു ബഹുനാമ ബഭൂവ എന്ന് ഭാഗവതം. ദേവി ശിവയും കാമകയുമായിരിക്കുന്ന ആ കന്യക ആകാശമാർഗത്തിൽ അപ്രത്യക്ഷയായി. കംസസ്തു വിസ്മയാവിഷ്ടോ ഗതോ നിജഗൃഹം തദാ. കംസൻ വിസ്മയം പൂണ്ടു, വിസ്മയാവിഷ്ടനായി തൻ്റെ ഗൃഹത്തിലേക്ക് പോയി. പിന്നെ ആനായ്യ ദാനവാൻ സർവാനിതം വചനമബ്രവീൽ. തൻ്റെ ആ കൂട്ടുകാര് ദാനവന്മാരായിട്ടുള്ള ആളുകളെ മുഴുവൻ വിളിച്ചു വരുത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, ബക ധേനുക വത്സാദീൻ ക്രോധാവിഷ്ടോ ഭയാതുരാം ഗച്ഛന്തു ദാനവാ സർവേ മമ കാര്യാർത്ഥസിദ്ധയെ. മമ കാര്യാർത്ഥസിദ്ധയെ, എൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടി എല്ലാവരും പുറപ്പെട്ടോളൂ. ആരോടൊക്കെ പറഞ്ഞത്? ബകൻ, ധേനുകൻ, വത്സൻ തുടങ്ങിയ അസുരന്മാരോട്. ക്രോധാവിഷ്ടോ ഭയാതുര, കോപിഷ്ഠനാണ്, ഭയാതുരനുമാണ്. കോപമുണ്ട്, പേടിയുണ്ട്. അങ്ങനെയുള്ള കംസൻ പറഞ്ഞു, എൻ്റെ കാര്യം സാധിക്കാൻ നിങ്ങളെല്ലാവരും ഉടനെ തന്നെ പുറപ്പെടണം. ജാതമാത്രാശ്ച ഹന്തവ്യ ബാലക എത്ര കുത്രചിത്. എവിടെയാണെങ്കിലും വേണ്ടില്ല,
ആ ജനിച്ച കുട്ടികളെ മുഴുവൻ അപ്പ തന്നെ കൊല്ലണം. പൂതനൈഷ വ്രതന്ത്വദ്യ ബാലഘ്നി നന്ദഗോകുലം. പൂതന ഇപ്പൊ തന്നെ നന്ദന്റെ ഗോകുലത്തിലേക്ക് പോകട്ടെ. അവളുടെ പ്രത്യേകത എന്താ? ബാലഘ്നി, കുട്ടികളെ കൊല്ലുന്നവളാണല്ലോ പൂതന. പൂതന ലോകബാലഘ്നി രാക്ഷസി രുധിരാശന, അല്ലേ? ഇങ്ങനെയാണ്. ആ കംസേന പ്രഹിത ഘോര പൂതന ബാലഘാതിനി. കുട്ടികളെ കൊല്ലാൻ വലിയ താല്പര്യമുള്ളവളാണ് പൂതന. അപ്പൊ പൂതന നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് പോട്ടെ. അപ്പൊ കുഞ്ഞുങ്ങളെ കൊല്ലാൻ അവൾക്ക് വലിയ മിടുക്കാണ്. ജാതമാത്രാൻ വിനിഗ്രന്ഥി ശിശുംസ്തത്ര മമാജ്ഞയ. എൻ്റെ ആജ്ഞ അനുസരിച്ച് ജനിച്ച ജാതമാത്രാൻ ജനിച്ച കുട്ടികളെ മുഴുവൻ കൊല്ലട്ടെ. ധേനുകോ വത്സക കേശി പ്രലംബോ ബക ഏവച. ധേനുകൻ, വത്സകൻ, പ്രലംബൻ, ബകൻ എല്ലാവരും സർവേ തിഷ്ഠന്തു തത്രൈവ. അവര് മമ കാര്യചികീർഷയ. നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ആ കാര്യം മമ കാര്യാർത്ഥ സിദ്ധയെ, ഇതുപോലെ തന്നെ പറയുകയാണ് മമ കാര്യചികീർഷയ. എൻ്റെ കാര്യം നിറവേറ്റുന്നതിന് വേണ്ടി ഇവര് പൂതന പോട്ടെ. അതിൻ്റെ കൂടെ ഇവരെല്ലാവരും അവിടെ തന്നെ നന്ദഗോപരുടെ ഗൃഹത്തിനടുത്ത് തന്നെ ആ ഗോകുലത്തിൽ തന്നെ ഉണ്ടാവട്ടെ. ഇത്യാജ്ഞാപ്യ അസുരാൻ കംസോ യയൗ നിജഗൃഹം ഖല. ഇങ്ങനെ അസുരന്മാരോട് കൽപ്പിച്ചിട്ട് ആജ്ഞാപിച്ചിട്ട് കംസൻ നിജഗൃഹം തൻ്റെ ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി. ദുഷ്ടനായ കംസൻ. ചിന്താവിഷ്ടോതി ദീനാത്മാ ചിന്തയിത്വൈവ തം പുന. പിന്നെയോ ചിന്താവിഷ്ടോതി ദീനാത്മാ, അത്യന്തം ദുഃഖിതനായി എപ്പോഴും ചിന്താവിഷ്ടനായി ഈ കാര്യത്തെ ചിന്തയിത്വൈവ തം പുന, ആ കാര്യങ്ങളെ തന്നെ വീണ്ടും 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 ആലോചിച്ച് വല്ലാതെ ചിന്താവിഷ്ടനായി മാറി കംസൻ എന്ന് പറയുന്നിടത്താണ് ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 23-ാമത്തെ അധ്യായം നമ്മൾ സമർപ്പിക്കുന്നത്. നാളെ 24-ാമത്തെ അധ്യായത്തോടു കൂടി ആരംഭിക്കാം ശ്രീകൃഷ്ണ കഥകൾ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു,
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.